ഹലോ ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ്. 1. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെ? കായി അബ്ദുൽ റഹ്മാൻ കുഞ്ഞാത്തുമ്മ. ബഷീർ വിവാഹിതനായത് എന്നാണ്? 1958 ഡിസംബർ 18. എത്രാമത്തെ വയസ്സിലാണ് ബഷീർ വിവാഹിതനായത്? 50-ാമത്തെ വയസ്സിൽ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഫാബി ബഷീർ, ഫാത്തിമ ബീവി. ബഷീറിൻ്റെ മക്കൾ ആരൊക്കെ? അനീസ്, ഷാഹിന. ബഷീർ അന്തരിച്ചത് എന്നാണ്? 1904 ജൂലൈ 5. ഫാബി ബഷീർ അന്തരിച്ചത് എന്നാണ്? 2015 ജൂലൈ 15. ബഷീർ ഫാബിയെ സ്നേഹത്തോടെ വിളിച്ചത് എടിയെ. ഫാബി ബഷീറിനെ വിളിച്ചിരുന്ന പേര് ടാറ്റ. ബഷീർ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 86 വയസ്സ്. ഫാബി ബഷീർ മരിക്കുമ്പോൾ പ്രായം 77 വയസ്സ്. ബേപ്പൂർ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് കഥാപാത്രം പറയുന്നത്? ഇമ്മിണി ബല്യ 1. ബഷീറിൻ്റെ ആത്മകഥ ഏതാണ്? ഓർമ്മയുടെ അറകൾ. ബഷീറിന് ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി. കോഴിക്കോട് ജില്ലയിൽ ബഷീർ നിരാഹാരം കിടക്കാൻ കാരണം ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നതുകൊണ്ട്. ഈ പുസ്തകം തിന്നാൽ ഇയാൾ ധൈര്യപ്പെടുമോ? ഏത് പുസ്തകത്തെക്കുറിച്ചാണ്? ശബ്ദങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ മലയാളി? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ നോവൽ ത്രയം? എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി. ബഷീറിൻ്റെ പ്രഭാഷണ ഗ്രന്ഥം? ചെവി ഓർക്കുക, അന്തിമ കാഹളം. ബഷീറിനെ കുറിച്ച് വിദേശി എഴുതിയ പുസ്തകം? ബഷീർ മലയാളത്തിലെ സ്വർഗവിസ്മയം. റൊണാൾഡ് ഇ. ആഷർ. ബഷീർ സർക്കാരിനെ വിമർശിക്കാൻ ഉപയോഗിച്ച പേര്? പ്രഭ. ബഷീറിൻ്റെ ആദ്യ ജയിൽവാസം? 1930 ഉപ്പു സത്യാഗ്രഹം. എം.എൻ. കരാശ്ശേരി എഴുതിയ ബഷീർ കാവ്യം? ബഷീർ മാല. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ? പ്രേമലേഖനം. ചോദ്യോത്തര രൂപത്തിലുള്ള കൃതി? നീരും നുണയും. കാടായിത്തീരുന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് വിശേഷിപ്പിച്ചത്? പ്രൊഫസർ എം.എൻ. വിജയൻ. ഏകാന്തവീഥിയിലെ അവധൂതൻ ആര് എഴുതി? പ്രൊഫസർ എം.കെ. സാനു. ബഷീറിൻ്റെ ആദ്യ കഥ? തങ്കം. ബഷീറിൻ്റെ ആയിരവാദങ്ങൾ എഡിറ്റർ? ഇ.എം. അഷ്റഫ്. ബഷീറിൻ്റെ സാങ്കല്പിക ഗ്രാമം? കടുവക്കുഴി. ബഷീറിൻ്റെ കുടുംബകഥ? പാത്തുമ്മയുടെ ആട്. നാരായണി എന്ന കഥാപാത്രമുള്ള നോവൽ? മതിലുകൾ. സ്റ്റാമ്പിൽ ബഷീറിൻ്റെ ചിത്രം വന്നത് എന്നാണ്? 2009 ജനുവരി 21. ബഷീറിന് പ്രിയപ്പെട്ട മരം? മാംഗോസ്റ്റിൻ. ബഷീറിന് ലഭിച്ച വലിയ പുരസ്കാരം? പത്മശ്രീ. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു ലെ. പുരോഗമനാവധി? നിസാർ അഹമ്മദ്. പ്രേമലേഖനത്തിലെ നായകന്മാരാരൊക്കെ? കേശവൻ നായർ, സാറാമ്മ. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുടെ ആശയം? സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശം. മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ? പ്രേംപാച്ച.
പ്രഭ എന്ന തൂലികാനാമത്തിൽ എഴുതിയ പത്രം ഉജ്ജീവനം സർപ്പയജ്ഞം എന്ന വിഭാഗത്തിൽ പെടുന്നു. ബാലസാഹിത്യം വിമർശനങ്ങൾക്ക് ഉണ്ടാക്കിയ കൃതി. ശബ്ദങ്ങൾ ബഷീറിൻ്റെ ചിത്രങ്ങൾ പകർത്തിയ ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ. മതിലുകൾ സിനിമ സംവിധാനം ചെയ്തത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. 1990 മമ്മൂട്ടിക്ക് അവാർഡ് നേടിക്കൊടുത്ത സിനിമ മതിലുകൾ. ഭാർഗവീ നിലയം ഏത് കഥയെ ആസ്പദമാക്കി? നീലവെളിച്ചം. ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം 1982. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് പറഞ്ഞത്? M.N. വിജയൻ. ബഷീർ ദി മാൻ ഡോക്യുമെൻ്ററി സംവിധായകൻ M.A. റഹ്മാൻ. M.P. പോളിനെ കുറിച്ച് ബഷീർ എഴുതിയത്? M.P. പോൾ 1901. M.K. സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത്? ഏകാന്തവീഥിയിലെ അവധൂതൻ. സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകൾ ഉള്ള ചെറുകഥ അനർഘനിമിഷം. എട്ടുകാലി മമ്മൂനുള്ള കൃതി? ആനവാര്യരും പൊൻകുരിശും. ബഷീറിൻ്റെ ബുക്ക് സ്റ്റാളിൻ്റെ പേര്? ബഷീർ ബുക്ക് സ്റ്റാൾ. പഴയ പേര് സർക്കിൾ ബുക്ക് സ്റ്റാൾ. കലാപാഠം തെളിഞ്ഞു കാണുന്നത്? ജീവിത നിഴൽപ്പാടുകളിലൊന്നാണ് പറഞ്ഞത് P. കേശവദേവ്. ബഷീറിൻ്റെ ആശയങ്ങൾ രചിച്ചത്? പെരുമ്പടവം ശ്രീധരൻ. ചോദ്യം ഓഫ് ഡേ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ.